ഇപ്പോൾ മോഡി ഗവൺമെന്റിന്റെ കീഴിൽ പണിയെടുക്കുന്ന എല്ലാ ഓഫീസറിനെയും ഇപ്പോൾ അമേരിക്കൻ ഗവൺമെന്റ് അറസ്റ്റ് ചെയ്യാൻ പോവാണ്. അതെ, നിങ്ങൾ കേട്ടത് സത്യം തന്നെയാണ്. അപ്പോൾ ഇതിന്റെ പിന്നിൽ അമേരിക്കന്റെ വലിയ കുറെ ഹിഡൻ ആയ അജണ്ടകളുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ കഴിയുന്നതും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. ഇപ്പൊ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ നിങ്ങൾ നേരത്തെ കേട്ട സത്യം തന്നെയാണ്. അതായത് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായ അജിത് ഡോവൽ അതുപോലെ തന്നെ പല സീനിയർ സെക്യൂരിറ്റി ഓഫീസർക്ക് എതിരെയും അതുപോലെ തന്നെ എക്സ്റ്റേണൽ അഫയേഴ്സിലുള്ള ചിലർക്കെതിരെയാണ് ഈ സമൻ വന്നിരിക്കുന്നത്. അമേരിക്കയിലെ ന്യൂയോർക്കിലെ സദേൺ കോടതിയാണ് ഇങ്ങനൊരു സമൻ അയച്ചിരിക്കുന്നത്. അപ്പോൾ 21 ദിവസത്തിന്റെ ഉള്ളിൽ ഇതിന് കൃത്യമായ റിപ്ലൈ വേണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അമേരിക്കൻ കോടതി ഇങ്ങനൊരു ഇത് കൊടുത്തേ എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് തന്നെ ആദ്യം തന്നെ ഈ കോടതികൾ എന്തുകൊണ്ടാണ് ഇന്ത്യൻ ആൾക്കാരെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ അയച്ചേ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി 21 തൊട്ട് 23 വരെ അമേരിക്ക വിസിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അമേരിക്കനെ വിസിറ്റ് ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി മെയിൻ ആയിട്ടും 2 കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ അവിടെ ഗവൺമെന്റിന് ഇഷ്ടപ്പെടാത്ത 2 കാര്യങ്ങളാണ് പ്രധാനമന്ത്രി അവിടെ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വിസിറ്റിന്റെ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി അവിടെയുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റി ആൾക്കാരുമായിട്ട് കണ്ട് ഒരു സംഭാഷണം നടത്തുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച അതായത് രാഹുൽ ഗാന്ധി അവിടെ പോയി ഇന്ത്യൻ കമ്മ്യൂണിറ്റിനെല്ലാം സന്ദർശിച്ച് അവരെല്ലാം കണ്ടതിന് ശേഷം സ്പീച്ച് എല്ലാം കൊടുത്ത് തിരിച്ചു വന്നതാണ്. അപ്പോൾ അമേരിക്കൻ ഗവൺമെന്റിനൊന്നും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് രാഹുൽ ഗാന്ധി പോയി അവിടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിനോടെല്ലാം സംസാരിക്കുമ്പോൾ അതിന് മെച്ചം ആർക്കാന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അതായത് അവരുടെ പാർട്ടിക്കാണ്. പക്ഷെ മോഡി പോയി അവിടെ സംസാരിക്കുമ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള വോട്ടെല്ലാം തന്നെ ഈ വോട്ട് ബാങ്ക് ഒരു ചെറിയ രീതിയിലെങ്ങാനും ട്രംപിന് അനുകൂലമായി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഒന്നാമത്തെ ദേഷ്യം അവർക്ക് വന്നത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് മോഡി പോകുന്ന ഈ ഒരു വിസിറ്റിൽ രണ്ടാമതായിട്ട് അതായത് ഡൊണാൾഡ് ട്രംപിനെയും കൂടെ കാണുന്നുണ്ട്. അപ്പോൾ ട്രംപിനെയും കൂടെ വിസിറ്റ് ചെയ്ത് ആ ഒരു കാര്യം സംസാരിക്കുമ്പോൾ അതും അതായത് ഈ വോട്ട് ഷെയർ അല്ലാതെ തന്നെ അഫക്റ്റ് ആവും എന്നറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഈ ഒരു നവംബർ മാസത്താണ് അതായത് ഇതേ വർഷം നവംബർ മാസത്താണ് അമേരിക്കൻ ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇലക്ഷൻ കമലാ ഹാരിസും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപും കൂടിയാണ് മത്സരിക്കുന്നത്. അപ്പോൾ ട്രംപിനെ കൊണ്ട് സംസാരിക്കുമ്പോഴും അതുപോലെ തന്നെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിന്റെ അടുത്തെല്ലാം നരേന്ദ്രമോദി സംസാരിക്കുമ്പോൾ അത് ട്രംപിന് അനുകൂലമായി വരും എന്ന് അവർ വിശ്വസിക്കുന്നു. ഇത് അവർക്ക് വലിയൊരു പ്രശ്നമായി കാണുന്നു. ഇത് മാത്രമല്ല അമേരിക്കയിലെ കഴിഞ്ഞ 5 വർഷ ഭരണം എടുത്തു നോക്കുകയാണെങ്കിൽ അതായത് കൂടുതലായും ഡീപ് സ്റ്റേറ്റ് കളികളെല്ലാം അവർ കൂടുതലായും കഴിഞ്ഞ 5 വർഷത്തിൽ പ്രവർത്തിച്ചിരുന്നു. റീസെന്റ് ആയിട്ട് ബംഗ്ലാദേശിലും അവർ തന്നെയാണ് അതായത് ഷെയ്ഖ് ഹസീനനെ എടുത്തു കളഞ്ഞ് അവരുടെ ഡീപ് സ്റ്റേറ്റ് കാരണം മുഹമ്മദ് യൂനുസ് എന്ന് പറയുന്ന കൈപ്പാവേനെ കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഡീപ് സ്റ്റേറ്റ് ഭരണമെല്ലാം കൂടുതലായിട്ടും എനേബിൾ ആവുന്നതും അതുപോലെ തന്നെ ശക്തി പ്രാപിക്കുന്നതെല്ലാം തന്നെ ഈ കമലാ ഹാരിസ് അവരുടെ പാർട്ടി വരുമ്പോഴാണ്. അപ്പോൾ ഡൊണാൾഡ് ട്രംപിന് ഇത് എതിരാണ്. അതായത് ഡീപ് സ്റ്റേറ്റ് ഒന്നും തന്നെ ഇത്രയധികം കോടികൾ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ മറ്റു രാജ്യത്തിന്റെ ഭരണം നമ്മുടെ കയ്യിൽ ആകണ്ട. അതുപോലെ തന്നെ പല അതായത് യുദ്ധങ്ങൾ എല്ലാ കാര്യത്തിലും ഡൊണാൾഡ് ട്രംപിന് എതിരഭിപ്രായമാണ് ഉള്ളത്. അപ്പോൾ ഇത് അതായത് ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഒരു അഭിപ്രായമായിട്ട് ഇന്ത്യ യോജിക്കുന്നു. ഇന്ത്യ മാത്രമല്ല പല രാജ്യങ്ങളും അതാണ് യോജിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് അതായത് ഇന്ത്യയിൽ ആര് ഭരിക്കണം എന്നുള്ളത് അമേരിക്ക ഇഷ്ടപ്രകാരമാണ് നടക്കുന്നതെന്ന് വെച്ചാൽ ആരെക്കാരും ഇഷ്ടപ്പെടുമോ? അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവർ ഈ ഡീപ് സ്റ്റേറ്റ് വർക്ക് ചെയ്യുന്നത്. അത് മാത്രമല്ല ഡൊണാൾഡ് ട്രംപ് വരിക എന്ന് വെച്ചാൽ അവിടെയുള്ള അതായത് ഒഫീഷ്യൽ ആൾക്കാർക്ക് പോലും താല്പര്യമില്ലാത്ത കാര്യമാണെന്നാണ് സർവേകൾ പറയുന്നത്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യത്തെ ടെന്യൂർ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം അതായത് കൂടുതലായിട്ടും ഈ ഗവൺമെന്റ് പോളിസികൾ അതായത് അതുവരെ അമേരിക്ക എങ്ങനെ റൂൾ ചെയ്തോ അതിൽ നിന്ന് ഒരു ചേഞ്ച് ഓഫ് പോളിസിയാണ് കണ്ടുവന്നത്. ഡീപ് സ്റ്റേറ്റിനെ വലിയ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ യുദ്ധം മറ്റു കാര്യങ്ങളൊന്നും തന്നെ കൂടുതലായിട്ടും ഡൊണാൾഡ് ട്രംപിന്റെ ആ ഒരു പീരീഡിൽ ഇല്ലായിരുന്നു. അതുപോലെ തന്നെ അൺവാണ്ടിങ് ആയി ഫണ്ടിങ് എല്ലാം തന്നെ ഇപ്പോൾ റഷ്യ ഉക്രൈൻ വാറിലെല്ലാം തന്നെ ഇവർ ഫണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് ആ യുദ്ധം നീണ്ടുകൊണ്ടു പോകുന്നത്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയുന്ന കാര്യവും അത് തന്നെയാണ്. അതായത് ഞാൻ വരികയാണെങ്കിൽ ആ ഫണ്ടിങ് എല്ലാം സ്റ്റോപ്പ് ചെയ്യും. അതുപോലെ തന്നെ തായ്വാൻ പ്രശ്നം ഇങ്ങനെ പല കാര്യത്തിലും വലിയ ചേഞ്ചസ് ഉണ്ടാവും എന്നറിയാം. അപ്പോൾ ഇതുകൊണ്ടാണ് അവിടെയുള്ള അതായത് ഈ ഒഫീഷ്യൽസിനെല്ലാം വലിയ രീതിയിൽ താല്പര്യമില്ലാത്തത്. അപ്പോൾ ഇത് ഒരു വിഭാഗമുള്ള അമേരിക്കൻ ജനതയും ആഗ്രഹിക്കുന്നു. കാരണം അവരുടെ അതായത് ടാക്സ് എടുത്തുകൊണ്ടാണ് ഇവർ ഈ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ട് അതായത് ഇന്ത്യ മറ്റ് എല്ലാ രാജ്യങ്ങളും ഡൊണാൾഡ് ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രധാന കാര്യം ഇത് തന്നെയാണ്. അതായത് ഈ ഡീപ് സ്റ്റേറ്റിനെല്ലാം വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മോഡി അവിടെ പോകുന്നതും അതുപോലെ തന്നെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിനെയും ഡൊണാൾഡ് ട്രംപിനെയും ഇങ്ങനെയുള്ള പല ആൾക്കാരെയും കാണുന്നത്. ഇത് മാത്രമല്ല ടെക് കമ്പനികളെയും പലതിനെയും കാണുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ ആവശ്യം ഇതിന്റെ ഒപ്പം നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് ഇത് കമലാ ഹാരിസിന് വലിയ ക്ഷീണമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇപ്പോൾ US കോർട്ടും എല്ലാം കൂടെ അവർ ചേർന്നുകൊണ്ട് പന്നു എന്ന് പറയുന്ന ആളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് ഖാലിസ്ഥാനിലെ വൺ ഓഫ് ദ മേജർ ലീഡർ ആണ്. അതായത് ഖാലിസ്ഥാൻ എന്ന് പറയുന്ന സെപ്പറേറ്റ് രാജ്യം വേണം. അതായത് ഇന്ത്യൻ ഗവൺമെന്റ് അതായത് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണെന്ന് അറിയിച്ച ആ ഒരു ഖാലിസ്ഥാന്റെ ഒരു പ്രമുഖ നേതാവും കൂടിയാണ് ഈ പന്നു എന്ന് പറയുന്ന ഇവൻ. അപ്പോൾ ഇവന്റെ പ്രധാന കാര്യം എന്താ വെച്ചാൽ അതായത് ഇന്ത്യയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുക,
ഇന്ത്യയിൽ സിഖുകാരുമായിട്ട് പ്രശ്നമുണ്ടാക്കുക. അപ്പോൾ ഇവനെ അതായത് ഈ അജിത് ഡോവലും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഈ സെക്യൂരിറ്റി ഓഫീസർ എല്ലാം കൂടെ ചേർന്ന് ഗൂഢാലോചന നടത്തി ഇവനെ കൊല്ലാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞ വർഷം ഇവനൊരു വധശ്രമം നടത്തി അതിൽ നിന്ന് എസ്കേപ്പ് ആയി വന്നു. അപ്പോൾ ആ ഒരു വധശ്രമത്തിന്റെ പിന്നിൽ ഇന്ത്യൻ ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ഈ അജിത് ഡോവലിന്റെ എല്ലാം പേര് വെച്ചുകൊണ്ട് അവിടെ ഒരു കോടതിയിൽ ഒരു ഫയൽ ചെയ്യുന്നത്, അതായത് കേസ് ഫയൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേസ് പരിശോധിച്ചുകൊണ്ടാണ് അതായത് ഇന്ത്യൻ ഗവൺമെന്റിനെതിരെയും അതുപോലെ തന്നെ ഹയർ ഒഫീഷ്യൽസിനെതിരെ തന്നെ ഈ സമൻ അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ചോദ്യം വരുന്നത്, അതായത് അമേരിക്കയിലെ നിങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ എന്ത് നടക്കുന്നു എന്ന് ചോദിക്കാൻ നിങ്ങൾ ആരാണ്? അതായത് അവിടെ പോയി എന്തെങ്കിലും ചെയ്തു എന്നുണ്ടെങ്കിൽ അതായത് അതിന് കൃത്യമായ തെളിവുകൾ ആവശ്യപ്പെട്ടു, പക്ഷെ ഇതുവരെയും കൊടുത്തില്ല. പക്ഷെ സമൻ അയക്കാൻ അതായത് അമേരിക്കൻ കോടതിയിൽ ഇന്ത്യയിൽ എന്ത് ചെയ്യാനുള്ളതാണ്? ഇത് തന്നെയാണ് റഷ്യൻ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിനും ചോദിക്കുന്നത്. അതായത് നിങ്ങളുടെ വിചാരം എന്താണ്? നിങ്ങളാണോ ഈ ലോകത്തിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്നതെന്ന്? അതായത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഇന്ത്യ പോലെ ഒരു സാധാരണ ഒരു രാജ്യമാണ്. അപ്പോൾ അവരുടെ വിചാരം അവരുടെ കീഴിൽ എല്ലാ രാജ്യങ്ങളും വരണം. അപ്പോൾ അവരുടെ കീഴിൽ തലയാട്ടിക്കൊണ്ട് നിൽക്കാൻ കുറേയധികം രാജ്യങ്ങളുണ്ട്. പക്ഷെ ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിൽ തന്നെ ഇപ്പോൾ സെപ്പറേറ്റ് ഒരു പോളിസി, അതായത് ആദ്യം ഉണ്ടായിരുന്ന ഇന്ത്യയുടെ ഫോറിൻ പോളിസികളല്ല, ഇപ്പോൾ പുതിയ പോളിസികളെല്ലാം വന്നപ്പോൾ അമേരിക്കയ്ക്ക് അത് താല്പര്യമില്ല. പക്ഷെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും ഇന്ത്യനെ എതിർക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ചൈനയെ കൗണ്ടർ ചെയ്യാൻ ഇന്ത്യന്റെ ആവശ്യമുണ്ട്. അവർക്കും അറിയാം അതായത് ചൈനയെ കൗണ്ടർ ചെയ്ത് വരുമ്പോൾ തന്നെ ഇന്ത്യ വളരും, പിന്നെ ഇന്ത്യനെ കൗണ്ടർ ചെയ്യാൻ വേറെ ഏതെങ്കിലും രാജ്യം വേണമെന്ന്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെല്ലാം തന്നെ അവരുടെ കയ്യിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് അവരുടെ കൺട്രോൾ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 21 ദിവസത്തിന്റെ ഈ സമൻ അയച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇന്ത്യൻ ഗവൺമെന്റ് ഇപ്പോൾ ഒഫീഷ്യലായി റിപ്ലൈ കൊടുത്തു. അതായത് ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, അതായത് തെളിവുകൾ ഞങ്ങളുടെ കയ്യിൽ കിട്ടുകയാണ് ഞങ്ങൾ ആക്ഷൻ എടുക്കാന്ന്. പക്ഷെ തെളിവുകൾ കിട്ടിയില്ല. അതിന് അപ്പുറം അതായത് വെറുതെ ഇങ്ങനെ സമൻ അയക്കുന്നില്ല തന്നെ ഒരു കാര്യവുമുള്ള കാര്യമല്ല. ഇത് ആവശ്യമില്ലാതെ ഞങ്ങളുടെ ഇന്റർഗ്രിറ്റിനെ അതായത് ഇടപെടുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ഗവൺമെന്റ് ഒരു ഹാർഷ് റിപ്ലൈയും ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അമേരിക്ക ഇങ്ങനെ ടെററിസ്റ്റുകൾക്ക് എതിരാണ് എല്ലാ കാര്യങ്ങളും അവർ ഡെമോക്രസിനെയാണ് ഉയർത്തിപ്പിടിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതായത് ഇന്ത്യൻ ഗവൺമെന്റ് തീവ്രവാദി സംഘടനയാണെന്ന് അറിയിച്ച ഖാലിസ്ഥാൻ നേതാവിനെ അവിടെ കൊണ്ട് അതായത് അവർക്കുള്ള എല്ലാവിധ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ഇതുപോലെ തന്നെ കാനഡയിലും ഇതേപോലെ തന്നെയാണ്. അതായത് ഈ ഖാലിസ്ഥാൻ തീവ്രവാദികൾക്കെല്ലാം അതായത് സുരക്ഷിതമായി തങ്ങാൻ പറ്റിയ 2 രാജ്യങ്ങൾ, ഒന്ന് കാനഡയും ഒന്ന് അമേരിക്കയുമാണ്. അപ്പോൾ അമേരിക്കയിൽ നിന്ന് തന്നെ അതായത് ഇന്ത്യൻ എയറോപ്ലെയിനിലെല്ലാം തന്നെ ബോംബ് ഫിക്സ് ചെയ്യും, അതുപോലെ തന്നെ ഇന്ത്യൻ പാർലമെന്റിനെ അറ്റാക്ക് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അത്ര ഭീകരമായിട്ട് അതായത് ഈ തീവ്രവാദിനെ അവർ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഡെമോക്രസി എന്താണെന്ന് അറിഞ്ഞൂടെ? അതായത് അവർക്ക് എങ്ങനെയും ഇന്ത്യനെ കൗണ്ടർ ചെയ്യണം. അതിനെ അവരൊരു ആയുധമായി കരുതുന്ന ഒരാളാണ് ഈ പണ്ണു എന്ന് പറയുന്ന ഇവൻ. അങ്ങനെയുള്ള ഇവനാണ് ഇപ്പോൾ അമേരിക്കൻ കോടതിയിൽ കേസ് കൊടുത്തത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു പ്രശ്നം ആയിക്കോട്ടെ, അതായത് ഇന്ത്യൻ ഗവൺമെന്റ് മോഡി അവിടെ ചെല്ലുമ്പോൾ തന്നെ ഇവർക്കെല്ലാതും തന്നെ ഒരു ചെറിയൊരു പ്രശ്നം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു റിപ്ലൈ കൊടുത്തത്. അപ്പോൾ പണ്ടൊക്കെയാണെങ്കിൽ നമ്മൾ അയ്യോ എന്താന്നൊക്കെ പറഞ്ഞ് പേടിച്ചിരുന്നേനെ. പക്ഷെ ഇന്ന് ഗ്ലോബൽ ലെവൽ അതായത് ഇന്ത്യയുടെ പൊസിഷൻ പണ്ടത്തെ പോലെയല്ല, അതുകൊണ്ട് ഹാർഷായ ഒരു റിപ്ലൈ തന്നെ കൊടുത്തു. അപ്പോൾ നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. സീ യു നെക്സ്റ്റ് വീഡിയോ.